ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ നേര് 25 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അതിഗംഭീരമായ സക്സസ് ആയി മാറുന്ന കാര്യം നമുക്കറിയാം. ഇതിനോടകം തന്നെ 100 കോടിയുടെ ടോട്ടൽ ബിസിനസ് എടുക്കാൻ 100 കോടി എന്നുള്ള ഒരു പോസ്റ്റർ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 3000-ഓളം സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. നമുക്ക് മലൈക്കോട്ടെ വരവും വരുമ്പോഴത്തേക്ക് 15,000-ന് മുകളിലുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന ടാർഗറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് എത്തിക്കും എന്നുള്ളതിന് ഉറപ്പാണ്. ഒരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കടന്നു പോയിച്ചെല്ലാം ഇന്നലത്തേക്കാളും ഏകദേശം 31% ഉയർവാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ 25-ാം ദിവസത്തെ കളക്ഷനിൽ കാണാൻ കഴിയുന്നത്. 297 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 20,000-ന് മുകളിൽ ആളുകൾ കണ്ടു. 29% ഇന്നും ഈ സിനിമയുടെ ഓക്യുപ്പൻസി എന്ന് പറയാം. അതായത് 32 ലക്ഷത്തിനടുത്ത് രൂപയാണ് ഇതുവരെ ട്രാക്ഡ് കളക്ടേഴ്സ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് 36 ലക്ഷത്തോളം രൂപയാണ് എന്നുള്ളതാണ്. അതായത് ഇന്നും 50 ലക്ഷം രൂപ കടക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കളക്ഷൻ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, നേര് എന്നൊരു സിനിമ ഒരു വലിയ സംഭവമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. മലയാള സിനിമയിൽ ബാക്കി ഏത് നടന് മുകളിൽ നിൽക്കാൻ കഴിയുന്ന ഒരു വിജയം എന്ന് തന്നെ പറയാം. സിനിമ സാധാരണ സിനിമ തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇമാതിരി ഒരു വിജയം വേറെ ഏതെങ്കിലും ഒരു നടന് നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഹെവി പോസിറ്റീവോ അല്ലെങ്കിൽ അതിനപ്പുറം നിൽക്കുന്ന സിനിമയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്. പക്ഷേ മോഹൻലാൽ എന്ന നടൻ്റെ പ്രത്യേകത ഒരു ആവറേജ് മൂവി വന്നാൽ പോലും മലയാളികൾ കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചില ടോക്സിക് അലമ്പ് ഫാൻസ് ഒഴികെ ബാക്കി എല്ലാവരും അതിൻ്റെ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിപ്പോൾ മോഹൻലാലിൻ്റെ കാര്യത്തിലാണെങ്കിലും മമ്മൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ടോക്സിക് അലവലാദികൾ ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. വളരെ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. അവന്മാരോട് പോയി പണി നോക്കട പന്നികളെ എന്ന് നമുക്ക് പറയാം. എന്താണെങ്കിലും ഇവിടെ നേര് അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ് ആയിട്ട് തന്നെ മാറിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ കളക്ഷനേക്കാളുപരി സിനിമ ജനഹൃദയങ്ങളിൽ കയറിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് സിനിമ 25-ാം ദിവസവും 50 ലക്ഷത്തിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒപ്പം സമീപത്ത് ഇറങ്ങിയിരിക്കുന്ന വമ്പൻ സക്സസ് മൂവീസ്, വമ്പൻ സിനിമകൾ ഇറങ്ങി എന്നുള്ളതല്ല, സക്സസ് ആയിട്ടുള്ള മൂവീസ്, അതായത് എബ്രഹാം ഓസ്ലർ നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും റെക്കോർഡ് തൂക്കി ജയറാമിൻ്റെ സിനിമ ആട്ടം നല്ല മികച്ച സിനിമയെന്ന് പറയുന്നു. ക്യാപ്റ്റൻ മില്ലർ അതിഗംഭീര സിനിമയെന്ന് പറയുന്നു. ഗുണ്ടൂർക്കാരം അതിനും മുകളിൽ നിൽക്കുന്ന സിനിമയെന്ന് പറയുന്നു. ഏലിയൻ എന്ന സിനിമ നല്ല ലെവലിൽ തമിഴിലാണെങ്കിലും ആളുകളിലേക്ക് എത്തുന്നു. ഹനുമാൻ അതിഗംഭീര സിനിമ. ഇത്രയും സിനിമകളുടെ ഒപ്പം നിന്നിട്ട് ഇന്നും 50 ലക്ഷം രൂപ തൂക്കുന്നുണ്ടെങ്കിൽ അത് 25-ാം ദിവസമാണെന്ന് ആലോചിക്കുക. അത് അതിഗംഭീരമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. വേറെ ഒരു നടനും ഈ ഒരു രീതിയിലേക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ എത്തണമെങ്കിൽ ഒറ്റ നടനേ ഉള്ളൂ, അത് മോഹൻലാൽ. ആ ഒരൊറ്റ പേരിലാണ് ജനങ്ങൾ ഈ സിനിമയിൽ എത്തുന്നത്, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി എത്തുന്നത് എന്നുള്ളതന്നെ. എന്താണേലും ഇവിടെ 100 കോടി തൂക്കിയിരിക്കുകയാണ് വീണ്ടും മോഹൻലാൽ എന്ന് പറയാം. മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.